അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ദി ഡെയിലി മൂവി സജഷൻസ് ഡേ 1. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയുടെ പേരാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ്സ്. ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. നമ്മുടെ ഷെപ്പേർഡ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ജോർജ് മരണപ്പെട്ടു. എനിക്കറിയാം ഈ സിനിമ പലരും കണ്ടു കാണും, പക്ഷെ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ പോയി കാണുക. കാരണം ഈയിടെയായിട്ട് ഇൻസ്റ്റയിൽ വൻ ട്രെൻഡിങ്ങിലുള്ള ഒരു സിനിമയാണ് ഗൈസ്. ഇത് 2026 ഇറങ്ങിയ വെച്ചിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ഗൈസ് ഇത്. ഈ സിനിമയുടെ നായകനായ നമ്മുടെ വോൾവറിൻ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുകയാണ്. അതാ തങ്ങളുടെ യജമാനെ ആരാണെന്നതെന്ന് അന്വേഷിച്ചിറങ്ങുന്ന ഒരു കൂട്ടം ആടുകളുടെ കഥയാണ് ഗൈസ് ഇത്. ഈ സിനിമ നിങ്ങൾ ഉറപ്പായും കരയിപ്പിക്കും ഗൈസ്, അതിന് ഞാൻ ഗ്യാരണ്ടി. ഈ സിനിമ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക. സിനിമ പ്രൈം വീഡിയോയിൽ മലയാളം ഡബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ 8.5 ഔട്ട് ഓഫ് 10. കൂടുതൽ സജഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ്, ഫോളോ എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ദി ഡെയിലി മൂവി സജഷൻസ് ഡേ 1. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയുടെ പേരാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ്സ്. ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. നമ്മുടെ ഷെപ്പേർഡ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ജോർജ് മരണപ്പെട്ടു. എനിക്കറിയാം ഈ സിനിമ പലരും കണ്ടു കാണും, പക്ഷെ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ പോയി കാണുക. കാരണം ഈയിടെയായിട്ട് ഇൻസ്റ്റയിൽ വൻ ട്രെൻഡിങ്ങിലുള്ള ഒരു സിനിമയാണ് ഗൈസ് ഇത്. 2026 ഇറങ്ങിയ വെച്ചിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ഗൈസ് ഇത്. ഈ സിനിമയുടെ നായകനായ നമ്മുടെ വോൾവറിൻ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുകയാണ്. അതാ തങ്ങളുടെ യജമാനെ ആരാണെന്നതെന്ന് അന്വേഷിച്ചിറങ്ങുന്ന ഒരു കൂട്ടം ആടുകളുടെ കഥയാണ് ഗൈസ് ഇത്. ഈ സിനിമ നിങ്ങൾ ഉറപ്പായും കരയിപ്പിക്കും ഗൈസ്, അതിന് ഞാൻ ഗ്യാരണ്ടി. ഈ സിനിമ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക. സിനിമ പ്രൈം വീഡിയോയിൽ മലയാളം ഡബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ 8.5 ഔട്ട് ഓഫ് 10. കൂടുതൽ സജഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ്, ഫോളോ എല്ലാം ചെയ്യുക ഗൈസ്.